സാരി വാങ്ങുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാരി ഓക്കെ, പക്ഷേ ബ്ലൗസ് തയ്ച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ് എന്നുള്ള കാര്യമാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അതും ശരിയാണ്. കാരണം സാരി വാങ്ങുന്നത് ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട് സാരി വാങ്ങും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം. അതായത് പൊതുവെ സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സാരിയുടെ ബ്ലൗസ് തയ്ച്ച് കിട്ടാൻ പാടാ എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ സാരി ബ്ലൗസ് തയ്ക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങിയത് പറഞ്ഞാൽ അത്ര പ്രൊഫഷണൽ പഠിപ്പൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ യൂട്യൂബും അതും ഇതൊക്കെ നോക്കി ട്രൈ ചെയ്തു. കുറേ ബ്ലൗസ് തയ്ച്ചു, കുറേ ശരിയായില്ല, കുറേ ശരിയായി. അങ്ങനെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഒരു സംതൃപ്തി തരുന്നൊരു സംഭവം എന്താണെന്ന് അറിയാം. നമ്മൾ ഒരു ബ്ലൗസ് അല്ലെങ്കിൽ എന്ത് ഡ്രസ്സായാലും, ചുരിദാറായാലും ബ്ലൗസ് ആയാലും ഈവൻ കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രസ്സാണെങ്കിലും അത് തയ്ച്ച് നമ്മൾ തന്നെ ഇടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തൊരു ഇൻസിഡൻ്റാണ്. ഇതുപോലെ തന്നെ കുറച്ച് ബ്ലൗസൊക്കെ വളരെ നല്ല പെർഫെക്റ്റായി ഫിറ്റോട് കൂടി വരും കൂടെ ചെയ്തപ്പോൾ ഇനി എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസാണ് ഇതുപോലെ പല വർക്കുകളും ചെയ്യാനായിട്ട് നമുക്കൊരു ധൈര്യം കൂടെ കിട്ടുന്നത് കേട്ടോ. ധൈര്യം എന്ന് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് തോന്നും ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ എന്താവുന്നു, പിന്നെ വിചാരിക്കും മാക്സിമം എന്താവും, ഒരു തുണി വേസ്റ്റ് ആവും അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ചെയ്യാനുള്ളൊരു പാഠമായിട്ട് നമുക്ക് അതിനെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പല വർക്കുകളും രൂപം കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഓക്കെ, ബൈ.